നമസ്കാരം. ഇന്ന് നമ്മൾ തികച്ചും സിനിമാറ്റിക്കായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും വലിയൊരു നിഗൂഢതയുടെ പെട്ടി തുറന്ന് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ഭയപ്പെടുത്തുന്ന ഒരു കൂട്ടം രേഖകൾക്ക് പിന്നിലെ സത്യം കണ്ടെത്താൻ നമുക്കിന്ന് ശ്രമിക്കാം. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം നാം കടന്നു ചെല്ലുന്നത് അത്രത്തോളം ഇരുണ്ടതും ഭയാനകവുമായ ഒരു ലോകത്തേക്കാണ്. ലോകത്തിലെ ഏറ്റവും കരുണയുള്ള കാര്യം മനുഷ്യന്റെ മനസ്സിന് അതിലെ എല്ലാ വിവരങ്ങളും പരസ്പരം ബന്ധിപ്പിക്കാനുള്ള കഴിവില്ലായ്മയാണെന്ന് ഞാൻ കരുതുന്നു. ഈ പ്രശസ്തമായ വരികൾ കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഭയം തോന്നുന്നില്ലേ? അതെ, പ്രപഞ്ചത്തിന്റെ ഈ വലിയ ക്യാൻവാസിൽ നമ്മൾ മനുഷ്യരും നമ്മുടെ അറിവുകളും എത്രമാത്രം നിസ്സാരമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന വരികളാണിത്. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നുവരാം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭയാനകമായ ഇരുണ്ട സത്യങ്ങളെല്ലാം നമ്മൾ ഒടുവിൽ കൂട്ടിയിണക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ചില രഹസ്യങ്ങൾ നമ്മൾ അറിയാതിരിക്കുന്നതാണ് ഒരുപക്ഷെ നമുക്ക് നല്ലത്, അല്ലേ? ആ സത്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണെങ്കിലോ? ഭാഗം 1: അജ്ഞാനത്തിന്റെ ദ്വീപ്. ഈയൊരു ആശയത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മളിന്ന് വിശദീകരിക്കുന്ന ഈ വിവരങ്ങളുടെയെല്ലാം അടിസ്ഥാനം 1928 പുറത്തിറങ്ങിയ ഈ ഒരു ക്ലാസിക് കൃതിയാണ്. ഇതിൽ പറയുന്നത് വളരെ ദാർശനികമായ ഒരു കാര്യമാണ്. അതായത്, അനന്തമായ ഇരുണ്ട ഒരു വലിയ കടലിന് നടുവിലെ വളരെ ശാന്തമായ ഒരു അജ്ഞാന ദ്വീപിലാണ് മനുഷ്യരാശി ജീവിക്കുന്നത് എന്ന്. തികച്ചും യാദൃച്ഛികമായി നടക്കുന്ന ഒരു മരണത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഭയപ്പെടുത്തുന്ന അന്വേഷണ പരമ്പര തന്നെ ആരംഭിക്കുന്നത്. നമുക്കൊരു ഡിറ്റക്റ്റീവിനെ പോലെ തന്നെ ചിന്തിക്കാം. കഥാനായകനെ തന്റെ അമ്മാവിന്റെ ലോക്ക് ചെയ്ത പെട്ടിയിൽ നിന്ന് ചില കാര്യങ്ങൾ കിട്ടുന്നു. എന്തൊക്കെയാണെന്നോ? പ്രൊഫസർ ജോർജ് ഗാമൽ ഏഞ്ചലിന്റെ പെട്ടെന്നുള്ള മരണം സംബന്ധിച്ച വിവരങ്ങൾ, വളരെ അവ്യക്തമായ ചില പത്രക്കുറിപ്പുകൾ, മരിച്ച ആ പ്രൊഫസറുടെ ചില ഗവേഷണരേഖകൾ, പിന്നെ വളരെ വിചിത്രമായ അറപ്പിളവാക്കുന്ന ഒരു കളിമൺ ശില്പവും. ഒറ്റനോട്ടത്തിൽ ഇവയ്ക്കൊന്നും പരസ്പരം ഒരു ബന്ധവുമില്ലെന്ന് തോന്നും. പക്ഷേ ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. അങ്ങനെ നമ്മൾ അന്വേഷണത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് വരികയാണ്: കളിമണ്ണിലെ ഭീകരത. ഇവിടെ നമ്മൾ ആ വിചിത്രമായ ശില്പത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹെൻറി ആന്റണി വിൽകോക്സ് എന്നൊരു ശില്പിയുണ്ട്. പുള്ളിക്ക് സ്ഥിരമായി ചില വിചിത്രമായ സ്വപ്നങ്ങൾ വരാൻ തുടങ്ങി. ഒരിക്കൽ ഉറക്കത്തിൽ എഴുന്നേച്ച് നടന്നുകൊണ്ട് തലയിൽ കടൽക്കൂന്തലിനെ പോലെ അവയവങ്ങളുള്ള ഭയാനകമായൊരു രാക്ഷസന്റെ ശില്പമാണ് അയാൾ ഉണ്ടാക്കിയത്. അതിനൊപ്പം അയാൾ ആവർത്തിച്ചു കേട്ടൊരു ശബ്ദമുണ്ട്: തുലുലു ഫിക്ദാൻ. പച്ചക്കല്ലുകളുള്ള വെള്ളമിട്ട് വീഴുന്ന ഒരു വലിയ നഗരത്തിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നത് എന്നാണ് അയാൾ പറഞ്ഞത്. കുറച്ച് വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വിൽകോക്സ് മാത്രമല്ല ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കണ്ടത്. കൃത്യം അതേ സമയത്ത് തന്നെ, അതായത് 1925 വസന്തകാലത്ത്, ലോകമെമ്പാടുമുള്ള പല കലാകാരന്മാർക്കും സമാനമായ വിഭ്രാന്തികളുണ്ടായി. ആളുകളിൽ അക്രമവാസനകൾ, ഭയാനകമായ അലർച്ചകൾ, ലണ്ടനിൽ ഒരു രാത്രി നടന്ന ആത്മഹത്യ, ആഗോളതലത്തിൽ ചില രഹസ്യസംഘങ്ങളുടെ ഉണർവ്, ഇതെല്ലാം ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ അന്വേഷണം ഭാഗം 3ലേക്ക് മാറ്റാം: ലൂസിയാന ചതുപ്പിലെ രഹസ്യസംഘം. നമുക്ക് ഈ സംഭവത്തിൽ നിന്നൊരു 17 വർഷം പിന്നിലേക്ക് പോകാം. ന്യൂ ഓർലിയൻസിന് തെക്കുള്ള ഇരുണ്ട കാടുകളിൽ നടന്ന ഭയപ്പെടുത്തുന്ന ഒരു പോലീസ് റെയ്ഡ്. ഇതിലൊരു അവിശ്വസനീയമായ കാര്യമുണ്ട്. ഭൂമിശാസ്ത്രപരമായി യാതൊരു ബന്ധവുമില്ലാത്ത 2 രഹസ്യസംഘങ്ങൾ. ഒന്ന് 1908 ഗ്രീൻലാൻഡിലെ എസ്കിമോകൾക്കിടയിൽ, മറ്റൊന്ന് 1907 ലൂസിയാനയിലെ ചതുപ്പിൽ. ഈ 2 കൂട്ടരും ഉരുവിട്ടിരുന്ന മന്ത്രം കൃത്യമായ ഒന്നായിരുന്നു: നമ്മൾ മുൻപ് കേട്ട അതേ അന്യഗ്രഹ ഭാഷയിലുള്ള വാക്കുകൾ. ആ ഭയാനകമായ മന്ത്രത്തിന്റെ അർത്ഥമെന്താണെന്നോ? ആർലിയെ എന്ന തന്റെ ഭവനത്തിൽ മരിച്ച തുൽഹു സ്വപ്നം കണ്ട് കാത്തിരിക്കുന്നു. അവരുടെ വിശ്വാസത്തിന്റെ കാതൽ തന്നെ ഇതാണ്: നക്ഷത്രങ്ങളിൽ നിന്നെത്തിയ ഗ്രേറ്റ് ഓൾഡ് വൺസ് അഥവാ പുരാതനരായ ആ പ്രപഞ്ചജീവികൾ ഭൂമിയെ വീണ്ടും കീഴടക്കാൻ കടലിനടിയിൽ അങ്ങനെ കാത്തിരിക്കുകയാണ്. അടുത്തതായി ഭാഗം 4: കടലിൽ നിന്നുള്ള ഭ്രാന്തർ. ഇവിടെയാണ് ഈ കഥ ശരിക്കും പൂർണ്ണമാകുന്നത്. 1925 ഓസ്ട്രേലിയയിൽ നിന്ന് കണ്ടെടുത്ത ഒരു നാവികന്റെ ഡയറി കുറിപ്പുകൾ നമ്മുടെ ഈ ചിതറിക്കിടക്കുന്ന തെളിവുകളെല്ലാം കൂട്ടിയിണയ്ക്കുന്നു. ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഫെബ്രുവരി 28 ഭൂകമ്പവും വിചിത്രമായ സ്വപ്നങ്ങളും തുടങ്ങുന്നു. മാർച്ച് 23 ഭ്രാന്ത് അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തുന്നു. ഏപ്രിൽ 2 കൊടുങ്കാറ്റടിക്കുകയും ആ സ്വപ്നങ്ങൾ അവസാനിക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനസ്സിൽ നടന്ന ഈ കാര്യങ്ങളെല്ലാം കടലിലെ ഒരൊറ്റ യാത്രയുമായി കൃത്യമായി ഒത്തുപോകുന്നുണ്ട്. ഇതൊരിക്കലും വെറുമൊരു യാദൃശ്ചികതയല്ല എന്ന് ഉറപ്പാണ്. ആ കടലയാത്രയിൽ നടന്നത് ഭയാനകമായ ഒരു പോരാട്ടമായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഗുസ്റ്റാഫ് ജോഹാൻസൺ എന്ന ഒരൊറ്റ നാവികന്റെ ഡയറിയിൽ നിന്നാണ് ആ സത്യം നമ്മൾ അറിയുന്നത്. കടലിനടിയിൽ നിന്ന് പുതുതായി ഉയർന്നുവന്ന ശവശരീരങ്ങൾ പോലെയുള്ള ഒരു ഭയാനകമായ ദ്വീപിലാണ് അയാൾ ചെന്നെത്തുന്നത്. അങ്ങനെ നമ്മൾ ഈ അന്വേഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക്, ആ ഭയാനകമായ സത്യത്തിലേക്ക് എത്തുകയാണ്. ഭാഗം 5. നമ്മൾ ആ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് കേട്ടോ. ആർലി എന്ന അന്യഗ്രഹ നഗരത്തിലെ ഞെട്ടിക്കുന്ന കൂടിക്കാഴ്ച. അവിടെയുള്ള ഭ്രാന്തമായ ഭൂപ്രകൃതിയിലൂടെ നടന്ന് ആ നിഷ്കളങ്കരായ നാവികർ
അബദ്ധത്തിൽ ഒരു വലിയ കൽവാതിൽ തുറക്കുന്നു. പുരാതനമായ ആ രഹസ്യസംഘത്തിന് വർഷങ്ങളോളം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യമാണ് അവർ അബദ്ധത്തിൽ ചെയ്തു പോയത്. ആ വാതിൽ തുറന്നതും പ്രപഞ്ചാതീതമായ ആ ഭീകരരൂപം പുറത്തുവരികയാണ്. അത് ശരിക്കും നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്നൊരു നിമിഷമാണ്. ആ ജീവിയെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ആ ജീവിയെ വിവരിക്കാൻ കഴിയില്ല, ഒരു പർവ്വതം നടക്കുകയോ വേച്ചു വരികയോ ചെയ്യുന്നതുപോലെ. ലവ്ക്രാഫ്റ്റിന്റെ എഴുത്തിന്റെ ആ ഒരു മാന്ത്രികത നിങ്ങൾക്കിവിടെ കാണാം. പച്ച നിറത്തിലുള്ള കൊഴുത്ത ആ വലിയ ഭീകരജീവിയെ അത്രത്തോളം ദൃശ്യാനുഭവത്തോടെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ജോഹാൻസൺ ചെയ്തത് എന്താണെന്നോ? അയാൾ തന്റെ യാനമെടുത്ത് ആ ജീവിയെ സർവ്വശക്തിയുമെടുത്ത് ഇടിച്ചു തെറിപ്പിച്ചു. എന്നിട്ട് അവിടെ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്ന സത്യം അതല്ല. ഈ പ്രപഞ്ചജീവികൾ ഒരിക്കലും മരിക്കുന്നില്ല എന്നതാണ്. ചിതറിത്തെറിച്ച ഭീകരരൂപം വെള്ളത്തിൽ വെച്ച് വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറുന്നത് അയാൾക്ക് ഭയത്തോടെ നോക്കി നിൽക്കേണ്ടി വന്നു. നമ്മുടെ ഈ സിനിമാറ്റിക് അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയാവുകയാണ്. ഉയർന്നു വന്നത് താഴ്ന്നു പോയേക്കാം, താഴ്ന്നുപോയത് വീണ്ടും ഉയർന്നു വന്നേക്കാം. നക്ഷത്രങ്ങൾ വീണ്ടും അനുകൂലമായോ? ഇപ്പോൾ ആ ദ്വീപും ജീവിയും കടലിൽ താഴ്ന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ എന്തെങ്കിലും അനുകൂലമായ ഒരു സമയം വരുമ്പോൾ അവ വീണ്ടും ഉയർന്നു വന്നാലോ? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മനുഷ്യർ ശരിക്കും സുരക്ഷിതരാണോ? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ വിശദീകരണം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ നിഗൂഢതകൾ തേടാൻ ഇതൊരു തുടക്കമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു.